ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇഗ്നോയുടെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലോട്ട് കിടക്കാം. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഞാൻ ചാപ്റ്റർ വൈസായിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 4-ലെ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇതേ ചാപ്റ്ററിനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ. അപ്പോൾ യൂണിറ്റ് 4 ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ EOQ കാണാനാണ്. ഈ ചാപ്റ്ററിലെ EOQ കാണാൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദി ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ് EOQ. ഇതിനൊരു ഫോമുലയുണ്ട്. ഫോമുല നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് പെർ ഓർഡർ എന്ന് പറയുന്ന ₹18 ആണ്. ആനുവൽ കൺസംഷൻ 75,000 യൂണിറ്റ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ₹150. ക്യാരിയിങ് കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി 20% ഓഫ് ദി യൂണിറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആനുവൽ കൺസംഷനാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, നേരിട്ട് ഇതേപോലെ ഉപയോഗിക്കാം. ആനുവൽ കൺസംഷൻ അല്ല തന്നിരിക്കുന്നത്, മന്ത്ലി കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആനുവലാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് ആനുവൽ യൂസേജ് ഇൻ യൂണിറ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ ഇൻക്ലൂഡിംഗ് ദി കോസ്റ്റ് ഓഫ് റിസീവിംഗ് ദി ഗുഡ്സ്. കോസ്റ്റ് ഓഫ് ക്യാരിയിങ് വൺ യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി ഫോർ 1 ഇയർ ആണ്. അപ്പം നമുക്കതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആനുവൽ യൂസേജ് ആണ് എഴുതേണ്ടത്. ആനുവൽ എല്ലാം മന്ത്ലി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ മന്ത്ലി കൺസംഷൻ 2000 എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2000നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആനുവൽ കൺസംഷൻ കിട്ടുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ചതാണേ. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ യു എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ 75,000 യൂണിറ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് ₹18 ആണ്. എന്ന് പറയുന്നത് 20% ഓഫ് ദി കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3000 യൂണിറ്റ്സ് ആണ്. 3000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ EOQ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഫോമുലാസും കൂടി ഉണ്ട്. ആ ഫോമുലാസും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുവാണ്. നമ്മൾ മിനിമം ലെവൽ കാണാനുള്ളതും റീഓർഡർ ലെവൽ കാണാനുള്ള ഫോമുല, പിന്നെ ഇപ്പോൾ ഈ EOQയുടെ ഫോമുല എല്ലാം പറഞ്ഞല്ലോ. പറയാത്ത കുറച്ച് ഫോമുലയും കൂടി ഇതിൽ കവർ ചെയ്യുവാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇതുവരെ 3-4 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ നോക്കിയതിൽ ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷേ ചിലപ്പോൾ വന്നാലോ. അപ്പം നമുക്ക് നോക്കാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണാനുള്ള ഫോമുല 2 ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആവറേജ് സ്റ്റോക്ക് ലെവലിൽ ഒരു ഫോമുല ഹാഫ് ഇൻറ്റു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നാണ്. രണ്ടാമത്തെ ഫോമുല മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡേഞ്ചർ ലെവൽ ഉണ്ട്. ഡേഞ്ചർ ലെവൽ കാണാനുള്ള ഫോമുല ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ് എന്നാണ്. ഈ ഡേഞ്ചർ ലെവൽ എന്ന് വെച്ചാൽ മിനിമം ലെവലിൻ്റെ താഴെയുള്ളൊരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെവൽ താഴെ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മിനിമം ലെവലിൻ്റെ താഴെയുള്ളൊരു ലെവലാണ് ഡേഞ്ചർ ലെവൽ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. റിപ്പീറ്റ് ചെയ്തിൽ ക്ഷമിക്കണം. ഓക്കെ.